രാധികേച്ചി തന്നെയാ പെണ്ണ്. മണ്ഡപത്തിലേക്ക് വരുമ്പോ എല്ലാവർക്കും മനസ്സിലായിക്കോളും. അതെ, ഒരു മിനിറ്റ്. ഇപ്പൊ ശരത്തെ, കല്യാണ മണ്ഡപത്തിൽ ആകെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അവര് നിർത്താതെ വിളിച്ചോണ്ടിരിക്കുക. ഫോട്ടോ സെഷൻ കഴിഞ്ഞല്ലോ, നമുക്ക് പോണോന്ന് പറ. പ്രിയങ്ക, നമുക്ക് സോങ്ങിന്റെ 1-2 കട്ട്സ് എടുക്കണം. പ്ലീസ് ഗെറ്റ് റെഡി. സർ പ്ലീസ് ഗെറ്റ് റെഡി. സർ അത് പിന്നെ കോസ്റ്റ്യൂമറോട് മറ്റൊരു ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അത് പോയി ചേഞ്ച് ചെയ്യും. ഓക്കെ സർ, പ്രൊഡ്യൂസർ വിളിക്കുന്നു, അത്യാവശ്യമാണ്. വരും. എന്റെയും ശരത്തെ, ഇവർ പറയുന്ന കേൾക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. പോയ ചാൻസ് നഷ്ടമാവും. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി പ്രിയങ്ക. എന്തായാലും തനിക്ക് താല്പര്യമില്ലാത്ത വിവാഹമല്ലേ, താനതൊക്കെ മറന്നോ. താൻ പോയി റെഡിയാവ്. പ്രിയങ്ക താൻ ഈ പടത്തിലെ ഹീറോയിനാണ്, നാളത്തെ സ്റ്റാർ. അവളുടെ കാര്യം അന്വേഷിച്ചു പോയി. സ്വന്തം കുടുംബത്തെ കുറിച്ച് അവള് ചിന്തിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ ചത്താലെന്താ, ജീവിച്ചാലെന്താ? അയ്യോ, യശോദ